ഇത് ജപ്പാൻ സീരീസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഇന്ന് നമ്മൾ രണ്ട് മെയിൻ പ്ലേസസിലാണ് പോകുന്നത്. ഒന്ന് സെൻസോജി ടെമ്പിൾ, പിന്നെ ഒന്ന് ടീം ലാബ്സ്. ഇതിൽ ടീം ലാബ്സ് നമ്മുടെ ഐറ്റിനറിയിൽ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു എക്കോ ട്രെയിൽസ്. അസകുസയിലെ സെൻസോജി ടെമ്പിളിലേക്കാണ് ഞങ്ങളുടെ ആദ്യ യാത്ര ആരംഭിക്കുന്നത്. അസകുസ സ്റ്റേഷനിൽ നിന്നും നടക്കാവുന്ന ദൂരമേ ഉള്ളൂ സെൻസോജി ടെമ്പിളിലേക്ക്. പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും ചെറിയ ചെറിയ ഷോപ്സ് ഞങ്ങൾ കണ്ടിരുന്നു. സെൻസോജി ടെമ്പിൾ ജപ്പാനിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ബുദ്ധമത ദേവാലയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. സെൻസോജിയുടെ പ്രവേശന വശത്തുള്ള ഗേറ്റിന്റെ പേരാണ് കാമിനരിമോൺ ഗേറ്റ്. തൊട്ടകത്ത് തന്നെ 5 നിലകളുള്ളൊരു പഗോഡയും മെയിൻ ഹാളും കാണാൻ സാധിക്കും. സെൻസോജിയിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. ജപ്പാൻ എന്ന രാജ്യത്ത് 2 പ്രധാനപ്പെട്ട മതങ്ങളാണുള്ളത്. ഒന്ന് ഷിൻഡോ, മറ്റൊന്ന് ബുദ്ധിസം. ഇതിൽ 70% ആൾക്കാരും ഫോളോ ചെയ്യുന്നത് ഷിൻഡോ റിലീജിയൻ തന്നെയാണ്. സെൻസോജി ടെമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് ടോക്കിയോ സ്കൈ ട്രീയുടെ നല്ലൊരു വ്യൂ തന്നെ കിട്ടുന്നുണ്ട്. അടുത്തതായി ടീം ലാബ്. ടീം ലാബ് എന്നത് ജപ്പാനിലെ ഒരു പ്രശസ്തമായ ഡിജിറ്റൽ ആർട്ട് കളക്ഷനും ഇന്ററാക്റ്റീവ് എക്സിബിഷൻ ഗ്രൂപ്പുമാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ടീം ലാബ് ബുക്ക് ചെയ്തത്. ക്ലൂക്ക് എന്ന ആപ്പ് വഴി ഏകദേശം 5000 രൂപ കൊടുത്താണ് ടീം ലാബ് ബുക്ക് ചെയ്തത്. ടീം ലാബ് തന്നെ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ടീം ലാബ് ബോർഡർലെസ്, പിന്നൊന്ന് ടീം ലാബ് പ്ലാനറ്റ്സ്. ഇതിൽ ടീം ലാബ് ബോർഡർലെസ് ആണ് ഞങ്ങൾ സന്ദർശിച്ചത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തികച്ചും വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത്. എന്നിരുന്നാലും മുൻപൊരിക്കൽ ദുബായിലെ ഫ്യൂച്ചർ മ്യൂസിയം കണ്ടതുകൊണ്ടാവാം ടീം ലാബ് ബോർഡർലെസ് ഞങ്ങൾക്ക് കുറച്ച് ഓവർ ഹൈപ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇത് ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഐറ്റിനറിയിൽ നിങ്ങൾ ടീം ലാബ് ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ജപ്പാൻ യാത്രയിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. The next station is Akihabara.